എല്ലാവർക്കും നമസ്കാരം. വളരെ സങ്കീർണമായ ചില ആശയങ്ങളെ നമുക്ക് ഒരുമിച്ച് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു പുരാതന ഗ്രന്ഥമാണ്. അത് തുടങ്ങുന്നത് തന്നെ വളരെ ആഴത്തിലുള്ളൊരു ചോദ്യത്തോടെയാണ്. കർത്താവേ, എല്ലാ ആത്മാക്കളും രക്ഷപ്പെടുമോ? അവർക്കെല്ലാം ആ ശുദ്ധമായ പ്രകാശത്തിലേക്ക് എത്താൻ സാധിക്കുമോ? ഈയൊരു ചോദ്യം ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ആത്മാവിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ പ്രപഞ്ച നാടകത്തിലേക്കുള്ള വാതിലാണ് തുറക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം ഒരു സംഭാഷണം പോലെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരാൾ ചോദിക്കുന്നു, ഒരു രക്ഷകനെന്ന് വിശേഷിപ്പിക്കാവുന്ന ആൾ ഉത്തരം നൽകുന്നു. പ്രധാനമായും അന്വേഷിക്കുന്നതിതാണ്: എന്തുകൊണ്ടാണ് ചില ആത്മാക്കൾക്ക് മോചനം കിട്ടുന്നത്, എന്നാൽ മറ്റു ചിലർ വഴിതെറ്റിപ്പോകുന്നത്? അപ്പോൾ രക്ഷകന്റെ ആദ്യത്തെ മറുപടി ഒരു പ്രത്യേക വിഭാഗം ആളുകളെക്കുറിച്ചാണ്. ഇവർക്ക് ഉറപ്പായും രക്ഷ കിട്ടുമെന്ന് പറയുന്നു. കാരണം എന്താണെന്നാൽ അവരെ നയിക്കുന്നത് ശുദ്ധമായ ജീവന്റെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ കോപം, അസൂയ, ആഗ്രഹം പോലുള്ള വികാരങ്ങളിൽ നിന്നെല്ലാം അവർക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയുന്നു. അപ്പോൾ ഈ കഥയുടെ കാതൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാം ഉള്ളിൽ നടക്കുന്നൊരു പോരാട്ടത്തെക്കുറിച്ചാണ്. രണ്ട് തരം ആത്മാക്കൾ, അല്ലെങ്കിൽ രണ്ട് തരം ശക്തികൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഒന്ന് നല്ലതിലേക്കും, മറ്റേത് വഴിതെറ്റിക്കാനും. ഇവിടെ നോക്കൂ, ആ രണ്ടു വഴികൾ എത്ര വ്യക്തമായാണ് കാണിച്ചിരിക്കുന്നത്. ഒരു വശത്ത് ജീവന്റെ ആത്മാവ്, അത് നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നു, തിന്മയിൽ നിന്ന് ഓടിമാറാൻ സഹായിക്കുന്നു, അവസാനം നമ്മളെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കും ശാശ്വതമായ വിശ്രമത്തിലേക്കും എത്തിക്കുന്നു. മറുവശത്തോ കൃത്രിമ ആത്മാവ്, അത് നമ്മളെ വഴിതെറ്റിക്കുന്നു, ഭാരം കൂട്ടുന്നു, തിന്മയിലേക്ക് ആകർഷിക്കുന്നു, അവസാനം എല്ലാം മറന്നുപോകുന്നൊരവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആത്മാവ് എത്രത്തോളം ശക്തമാണ് എന്നതാണ്. ആ ജീവന്റെ ആത്മാവിന്റെ സ്വാധീനം കൂടുമ്പോൾ ആത്മാവിന് ശക്തി കൂടും. അപ്പോൾ സ്വാഭാവികമായും അത് തിന്മയിൽ നിന്നകന്നു മാറും. അങ്ങനെയാണ് ആ ആത്മാവ് രക്ഷപ്പെടുന്നത്, ശാശ്വതമായ സമാധാനം കണ്ടെത്തുന്നത്. ശരി, അപ്പോൾ നമുക്ക് നല്ലതിലേക്ക് നയിക്കാൻ ഒരു ജീവന്റെ ആത്മാവുണ്ട്. പക്ഷേ അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഈ നമ്മളെ വഴിതെറ്റിക്കുന്ന, ഈ ദുഷിപ്പിക്കുന്ന കൃത്രിമ ആത്മാവ് പിന്നെ എവിടെ നിന്നാണ് വന്നത്? അതെ, ആ ചോദ്യം തന്നെയാണ് അന്വേഷകനും ചോദിക്കുന്നത്. കർത്താവേ, ഈ കൃത്രിമ ആത്മാവിന്റെ ഉറവിടം എവിടെയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് നമ്മുടെ ഈ ലോകം എങ്ങനെ ഒരു തടവറയായി മാറി എന്നതിന്റെ കഥ രക്ഷകൻ പറഞ്ഞു തുടങ്ങുന്നത്. ഈ കഥ തുടങ്ങുന്നത് ഒരു മുഖ്യ അധികാരിയിൽ നിന്നാണ്. അവനൊരു ചെറിയ സൃഷ്ടാവാണ്, പക്ഷെ അവന് വലിയ അസൂയയായിരുന്നു. എന്തിന്? കാരണം മനുഷ്യർ അവനേക്കാൾ ഉയർന്നവരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവരുടെ ചിന്തകളും കഴിവും അവനെ ഭയപ്പെടുത്തി. അതുകൊണ്ടുതന്നെ അവരുടെ ആ വളർച്ചയെ തടയാൻ അവൻ തീരുമാനിച്ചു. അവന് മനുഷ്യരെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ അവനൊരു കുതന്ത്രം പ്രയോഗിച്ചു. 3 ഘട്ടങ്ങളുള്ള ഒരു പ്ലാൻ. ഒന്നാമതായി അവൻ വിധിയെ സൃഷ്ടിച്ചു. രണ്ടാമതായി മനുഷ്യരാശിയെ ദുഷിപ്പിക്കാൻ തുടങ്ങി. മൂന്നാമതായി അവരെ വഴിതെറ്റിക്കാൻ വേണ്ടി ഒരു കൃത്രിമ ആത്മാവിനുണ്ടാക്കിയെടുത്തു. ഇതായിരുന്നു അവന്റെ മാസ്റ്റർ പ്ലാൻ. അപ്പോൾ അവന്റെ ആദ്യത്തെ നീക്കം വിധി അഥവാ ഫേറ്റ് ഉണ്ടാക്കുക എന്നതായിരുന്നു. എന്താണിത്? ഇതൊരു തരം ബന്ധനമാണ്, ഒരു കെണി. ആത്മാക്കളെ കാലത്തിലും സമയത്തിലും തളച്ചിടാനുള്ള ഒരു സംവിധാനം. ഇത് ദേവന്മാരെക്കാളും അസുരന്മാരെക്കാളും ഒക്കെ ശക്തമായ, പ്രവചിക്കാൻ പറ്റാത്ത ഒരു ശക്തിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിധി കാരണം എന്തുണ്ടായി? പാപം, അക്രമം, ദൈവനിന്ദ എല്ലാം മറന്നുപോകുന്ന അവസ്ഥ, അജ്ഞത, വലിയ പാപങ്ങൾ, ഭയാനകമായ പേടി, ഇതൊക്കെയാണ് വിധിയുടെ ഫലങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ, ഈ വിധി മനുഷ്യരെ അന്ധരാക്കി. അവർ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്നോ തങ്ങളുടെ യഥാർത്ഥ ഉറവിടം എവിടെയാണെന്നോ അവർ മറന്നുപോയി. അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ പ്രധാന ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു: ആത്മാക്കളെ ഒരു സൈക്കിളിൽ കുടുക്കിയിടുക. അതായത് അവർ തിന്മയിലേക്ക് ആകർഷിക്കപ്പെടും, എല്ലാം മറന്നുപോകും, എന്നിട്ട് വീണ്ടും വീണ്ടും ജനിക്കും, വീണ്ടും തടവറയിലാകും. അജ്ഞതയുടെയും പുനർജന്മത്തിന്റെയും ഒരു സാംസ്കൃതിക് ക്രൂഗ്, മറവിയുടെ ഒരു തടവറ. എന്നാൽ ഇത്രയും ഇരുട്ടുള്ള ഒരവസ്ഥയിൽ അവിടെ ഒരു പ്രകാശത്തിന്റെ കിരണം വരുന്നു, പ്രതീക്ഷയുടെ ഒരു സന്ദേശം. രക്ഷകന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ഗാനം പോലെ, അല്ലെങ്കിൽ ഒരു കീർത്തനം പോലെയാണ് ആ സന്ദേശം വരുന്നത്. ആ കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. രക്ഷകൻ പറയുന്നു, ഞാൻ ഏറ്റവും വലിയ അന്ധകാരത്തിലേക്ക് നടന്നു, ആ തടവറയുടെ ഹൃദയഭാഗത്തേക്ക് ഞാൻ പ്രവേശിച്ചു. അതായത് ആ മുഖ്യ അധികാരി ഉണ്ടാക്കിവെച്ച ഈ ഭൗതിക ലോകമാകുന്ന തടവറയിലേക്ക് രക്ഷകൻ നേരിട്ടിറങ്ങി വന്നു. രക്ഷകന്റെ ഈ വരവ് ഒരു ചെറിയ കാര്യമായിരുന്നില്ല, അതൊരു ഭൂകമ്പം പോലെയായിരുന്നു. ആ വരവിൽ ഈ ദുഷിച്ച ലോകത്തിന്റെ, ഈ അരാജകത്വത്തിന്റെ അടിത്തറ തന്നെ വിറച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ തടവറ?
ഈ ഗ്രന്ഥം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആ തടവറ നമ്മുടെ ഈ ഭൗതിക ശരീരം തന്നെയാണ്. രക്ഷകൻ പ്രവേശിച്ചത് ഈ ശരീരമാകുന്ന തടവറയിലേക്കാണ്. അങ്ങനെ ആ തടവറയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് രക്ഷകൻ വിളിച്ചു പറയുകയാണ്, കേൾക്കുന്നവരെ, നിങ്ങളുടെ ആ ഗാഢനിദ്രയിൽ നിന്ന് ഉണരൂ. ഇത് അജ്ഞതയിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാ ആത്മാക്കളോടുമുള്ള ഒരു ആഹ്വാനമാണ്. ആ വിളി കേട്ട് ഉറങ്ങിക്കിടന്നൊരാത്മാവ് ഉണർന്ന് കരയുന്നു. ആ ആത്മാവ് ചോദിക്കുകയാണ്, ആരാണ് എന്നെ വിളിക്കുന്നത്? ഈ തടവറയുടെ ആഴങ്ങളിൽ കിടക്കുന്ന എനിക്ക് എവിടെ നിന്നാണ് ഈ പ്രതീക്ഷ വരുന്നത്? ഒരുപക്ഷേ ഈ ഇരുണ്ട ലോകത്ത് വഴിമുട്ടി പ്രതീക്ഷയില്ലാതിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും പ്രതിനിധിയാണ് ആ ആത്മാവ്. രക്ഷകന്റെ മറുപടി കേൾക്കൂ. അത് വെറുതെ വിശ്വസിക്കാനല്ല പറയുന്നത്, മറിച്ച് ഓർത്തെടുക്കാനാണ്. ഞാൻ ശുദ്ധമായ പ്രകാശത്തിന്റെ പരിപാലകനാണ്. എഴുന്നേൽക്കൂ, നീ കേട്ട കാര്യങ്ങൾ ഓർത്തെടുക്കൂ. നിന്റെ വേരുകൾ എന്നിലാണെന്ന് തിരിച്ചറിയൂ. ഇവിടെ അറിവിലൂടെ, ഓർമ്മയിലൂടെയാണ് മോചനം സാധ്യമാകുന്നത്. അങ്ങനെ ആരുണരുകയും തന്റെ യഥാർത്ഥ ഉറവിടം ഓർത്തെടുക്കുകയും ചെയ്യുന്നു, അവരെ സംബന്ധിച്ചിടത്തോളം ആ ചക്രം തകർന്നു. ആവർത്തനത്തിന്റെ ആ തടവറയിൽ നിന്ന് അവർ മോചിതരായി. പിന്നീട് മരണത്തിനു പോലും അവരുടെ മേൽ ഒരു ശക്തിയുമുണ്ടായിരുന്നില്ല. അപ്പോ ഈ പുരാതന ഗ്രന്ഥം നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നതല്ല, മറിച്ച് ഉള്ളിലേക്ക് ഉണരുന്നതാണ്. രക്ഷ പുറത്തുനിന്ന് ആരും കൊണ്ടുവന്ന് തരുന്നതല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. എങ്ങനെ? അറിവിലൂടെ, നമ്മുടെ യഥാർത്ഥ സ്വത്വം എന്താണെന്ന് ഓർത്തെടുക്കുന്നതിലൂടെ. അപ്പോൾ ഇത് നമ്മുടെ അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഈ ഗ്രന്ഥം പറയുന്നതുപോലെ അജ്ഞതയൊരു തടവറയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സ്വാതന്ത്ര്യം? ഒന്നുകൂടി ചിന്തിച്ചാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഉണരേണ്ടത് ഏത് ഗാഢനിദ്രയിൽ നിന്നാണ്?